നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സർവീസ് കോസ്റ്റിംഗ് ആണ് ഈ ഒരു ഡിസ്കഷനിൽ സർവീസ് കോസ്റ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കണം. അതിനുശേഷം മെറ്റീരിയൽ യൂണിറ്റ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് മറ്റൊരു സെഷനും, പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റിംഗിലുള്ള 1-2 പുറത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നമ്മള് സാധാരണഗതിയിൽ ഗുഡ്സ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുക. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാതെ സർവീസസ് ഓഫർ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, അത്തരം സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അവർ കൊടുത്ത സർവീസിന്റെ കോസ്റ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർവീസ് കോസ്റ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത്. സർവീസ് കോസ്റ്റിംഗിന് ആദ്യം നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന ടേം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഓക്കെ, സർവീസ് കോസ്റ്റിംഗ് കുറച്ചും കൂടെ പുതിയ ടേമാണ്. അതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ടേം എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് അല്ല, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് യൂണിറ്റ് കോസ്റ്റിംഗ്. അത് എന്ത് തന്നെയാണ്, ഇത് വളരെ സിമിലർ ടു യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. സിമിലർ ടു യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ റിസംബിൾ ടു യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇത് എന്താണ്, യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. ആസ് അപ്ലൈഡ് ടു ദ കോസ്റ്റ് ഓഫ് സർവീസസ്. സർവീസിന്റെ കോസ്റ്റിങ്ങിന് അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവീസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ദോസ് ഓർഗനൈസേഷൻ വിച്ച് പ്രൊവൈഡ് സർവീസസ്. സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് ഫങ്ഷൻ കോസ്റ്റിംഗ് എന്ന പേരും കൂടെ ഉണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതൊന്നും ഒരുപാട് ടൈം ഇതുമായി സ്പെൻഡ് ചെയ്യരുത്. തിയറി ഒന്നും കണ്ടിട്ടേ അല്ല ഇതിൽ കാര്യമായിട്ട്. ഓക്കെ, 5 മാർക്കിന് ഒരു തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇറ്റ് യൂസ്ഡ് ബൈ കൺസേൺ വിസ് എൻഗേജ് ഇൻ റെൻഡറിങ് സർവീസ്. സർവീസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറയുന്നു. ഒന്ന്, സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇത് എന്ത് ചെയ്യുന്നത്, സർവീസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇത് റിസംബിൾസ് ടു യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിംഗിന് ഏറ്റവും വളരെ സാമ്യമുള്ളതാണ് എന്ത്, സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു കാര്യം പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റിന്റെയും ഒരു വേർതിരിച്ച് വെക്കല് ഇതിന്റെ കോസ്റ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ജനറലി ഹയർ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ജനറലി ഹയർ ആയിരിക്കും, ഫിക്സഡ് കോസ്റ്റ് കൂടുതലായിരിക്കും. വേരിയബിൾ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കുറവായിരിക്കും. ഏതില്, സർവീസ് കോസ്റ്റിംഗിൽ. ദ കോസ്റ്റ് യൂണിറ്റ് മേ ബി സിമ്പിൾ, ഒന്നെങ്കിൽ സിമ്പിൾ ആവാം ഇൻ സർട്ടൻ കേസസ്, ആൻഡ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് വരാം. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, kg, ലിറ്റർ, പാസഞ്ചർ എന്നൊക്കെ പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ്. 2 സിമ്പിൾ യൂണിറ്റ് എടുത്ത് പറയുന്നതിനാണ് കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. പാസഞ്ചർ കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഒരു കിലോമീറ്ററിൽ എത്ര ടൺ ഉപയോഗിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, there is no problem regarding valuation of working progress and closing stock. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷനും വർക്കിംഗ് പ്രോഗ്രസിന്റെ വാല്യുവേഷനും ഒന്നും ഇവിടെ ഇല്ല. കാരണം എന്താ, സർവീസ് കൊടുക്കുന്നവർക്ക് എന്ത് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, വർക്കിംഗ് പ്രോഗ്രസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ സർവീസാണ്. ബസ്സിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ്, അവനവന്റെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ക്യാൻറ്റീൻ സർവീസ് ആണെന്നുണ്ടെങ്കിൽ വരുന്നവർക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും യൂണിഫോം ആയിട്ടുള്ള സർവീസസ് ആണ് കൊടുക്കുന്നത്. അതിനൊന്നും കൂടുതൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത്ര റിസ്ക് പിടിച്ച കൺസെപ്റ്റ് ഒന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ചോദിക്കാത്തത്. അപ്ലിക്കേഷൻ ഓഫ് സർവീസ് കോസ്റ്റിംഗ് എവിടെയാണ് അപ്ലൈ ചെയ്യുക? ഇനിയിപ്പോ അത് നോക്കണോ?
എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ആണ്, ഹോട്ടൽ, ക്യാൻറ്റീൻ, ഹോസ്പിറ്റൽ, ഇലക്ട്രിസിറ്റി കമ്പനി, ഗ്യാസ് കമ്പനീസ്, വാട്ടർ സപ്ലൈ, ഇവരൊക്കെ സർവീസ് കോസ്റ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ് ആണ്. സ്വാഭാവികമായിട്ടും എല്ലാ കോസ്റ്റിംഗ് പോലെ സർവീസ് കോസ്റ്റിംഗിനും ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്താണ്? സർവീസ് കൊടുക്കുന്നതിനുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താണ്? പ്രൈസ്, കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ആണ്. അടുത്തെന്താണ്? മാനേജ്മെന്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, വേസ്റ്റേജ് കുറക്കാൻ പറ്റും, സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത്? ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്? കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈസ്, കറക്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക, എഫിഷ്യൻസി മെഷർ ചെയ്യുക ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളെയും. അത് ഓക്കെ ആയിരിക്കും എന്ന് കരുതുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ അടുത്തതിലേക്ക് പോവാണ്. സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും വളരെ റിസംബിൾ ആണ്, സാമ്യമുള്ളതാന്ന് പറഞ്ഞു. എന്നാലും ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്, നോക്കാം. ജനറലി സർവീസ് കോസ്റ്റിൽ സാധാരണഗതിയിൽ കോസ്റ്റ് യൂണിറ്റ് കോമ്പൗണ്ട് ആയിരിക്കും. രണ്ട് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റുകൾ ഉണ്ടാവും. എന്നാൽ യൂണിറ്റ് കോസ്റ്റുകളിൽ സിമ്പിൾ കോസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ പാസഞ്ചർ കിലോമീറ്റർ, അല്ലെങ്കിൽ പേഷ്യന്റ് പെർ ഡേ, അല്ലെങ്കിൽ 10 കിലോമീറ്റർ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കോമ്പോണന്റ് ഉണ്ടാവും. ഇവിടെ ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ കോസ്റ്റ് അനലൈസ് ചെയ്യുന്ന ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. എവിടെ? സർവീസ് കോസ്റ്റിംഗിൽ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഈ രീതിയിലാണ് കാൽക്കുലേഷൻ. എന്നാൽ യൂണിറ്റ് കോസ്റ്റിംഗിൽ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇങ്ങനെയാണ് അക്യുമുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഹൈ ആയിരിക്കും. ഇവിടെ സർവീസ് കോസ്റ്റിംഗിൽ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് വളരെ ലോ ആയിരിക്കും. ഓക്കെ, പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് വേരിയസ് കോസ്റ്റ് വിൽ വേരി അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് സർവീസ്. സർവീസ് കൊടുക്കുന്ന സർവീസിനനുസരിച്ച് അതിന്റെ പ്രൊസീജിയർ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയർ മാറും. പക്ഷെ ഇവിടെ എപ്പോഴും സിമിലർ ആയിരിക്കും. ഏത് ഗുഡ്സ് ഉണ്ടാക്കുകയാണെങ്കിലും അത് ചെയ്യാനുള്ളത് ഒരേ മെത്തേഡ് ആയിരിക്കും. പക്ഷെ കൊടുക്കുന്ന സർവീസിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഹോട്ടലിലെ കാര്യമായിരിക്കൂല ഹോസ്പിറ്റലിലെ കാര്യമായിരിക്കൂല ഗ്യാസ് കമ്പനിയിലെ കാര്യമായിരിക്കൂല മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ഹോട്ടൽ പോലെ ആയിരിക്കില്ല ട്രാൻസ്പോർട്ട്. അങ്ങനെയുള്ള ഓരോരുത്തരുടെയും മാറ്റം വരും. ദ പ്രൊപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ലോ ആയിരിക്കും, എന്നാൽ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് പറയുന്നുണ്ട്. എന്തൊക്കെയാ ഡിഫറൻസ് ഒന്നും കൂടെ നോക്കാം. ഇവിടെ സാധാരണ കൂടുതലായിട്ടും കോമ്പൗണ്ട് യൂണിറ്റ് ആണ് വരിക, ഇവിടെ സിമ്പിൾ യൂണിറ്റ് ആണ് വരിക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് യൂണിറ്റ് കോസ്റ്റിംഗിൽ. ഇനി ഇവിടെ ഫിക്സഡും വേരിയബിളും ആയിട്ടാണ് അനലൈസ് ചെയ്യുക. ഇവിടെ അനാലിസിസ് കിടക്കുന്നത് പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള രീതിയിലാണ് പോവുക. ഇവിടെ ഫിക്സഡിന്റെ പ്രൊപ്പോർഷൻ വളരെ കൂടുതലായിരിക്കും, ഇവിടെ ഫിക്സഡ് വളരെ കുറവായിരിക്കും. ഇവിടെ എന്താണ്? നേച്ചറിനനുസരിച്ച് കോസ്റ്റിംഗിന്റെ പ്രൊസീജിയർ, റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയർ മാറും. ഇവിടെ റെക്കോർഡ്സ് ഒക്കെ എന്താണ്? റെക്കോർഡിംഗ് ചെയ്യുന്നതൊക്കെ ഒരേപോലെയാണ്. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും, ഇവിടെ മെറ്റീരിയലിന്റെ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നല്ല ഹൈ ആയിരിക്കും. ഇതൊക്കെയാണ് ഡിഫറൻസസ്. ഓക്കെ, ഇനി നമുക്ക് സർവീസ് കോസ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. സർവീസ് കോസ്റ്റ് യൂണിറ്റ് പലതും അറിയാം. പെർ പാസഞ്ചർ, പെർ കിലോമീറ്റർ, ഗുഡ്സ് ആണെങ്കിൽ പെർ ടൺ, പെർ ക്വിന്റൽ, കോളേജ് ആണെങ്കിൽ പെർ സ്റ്റുഡന്റ്, ഈ രീതിയിലാണ് ഉണ്ടാവുക. ഹോസ്പിറ്റൽ ആണെങ്കിൽ പെർ ബെഡ്, പെർ കപ്പ് വരും. ഇനി കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ രൂപം മാറി. ബസ് ട്രെയിനിലൊക്കെ ആണെങ്കിൽ പെർ പാസഞ്ചർ കിലോമീറ്റർ, ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ പെർ ടൺ കിലോമീറ്റർ, ഹോസ്പിറ്റൽ ആണെങ്കിൽ പെർ ബെഡ് പെർ ഡേ, അതുപോലെ തന്നെ ഹോട്ടൽ ആണെങ്കിൽ പെർ റൂം പെർ ഡേ, ഇലക്ട്രിസിറ്റി ആണെങ്കിൽ പെർ കിലോ വാട്ട് പെർ ഹവർ, അതുപോലെ തന്നെ പെർ സീറ്റ് പെർ ഷോ. സിനിമക്ക് ഒരു സീറ്റിന് ഒരു ഷോക്ക് എത്ര, ആ രീതിയിലാണ് വരിക. അപ്പൊ ഇവിടെ രണ്ട് യൂണിറ്റ് വരുന്നുണ്ട്. സാധാരണ ഏറ്റവും കൂടുതൽ ഇതാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. കോസ്റ്റ് യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇനി എവിടൊക്കെയാണ് സർവീസ് കോസ്റ്റ്യൂം ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതൊക്കെ സിനിമ, ഹോട്ടല് കാര്യങ്ങളൊക്കെ.
ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ ഇന്നലെ ആരൊക്കെ ചോദിച്ചിരുന്ന പാസഞ്ചർ കിലോമീറ്റർ, അതുപോലെ തന്നെ അബ്സല്യൂട്ട് പാസഞ്ചർ കിലോമീറ്ററും കൊമേഴ്ഷ്യൽ പാസഞ്ചർ കിലോമീറ്ററും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്താ, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റിംഗ് എന്താണെന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് എന്താ ചെയ്യുന്നത്, റെൻഡർ സർവീസസ് ടു കമ്മ്യൂണിറ്റി അറ്റ് ലാർജ്, എല്ലാവർക്കും ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് സർവീസ് ആർ റെൻഡേഡ് ബൈ റെയിൽവേ, റോഡ്വേസ്, എയർവേസ്. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് റെയിൽവേ മുഖേന, അല്ലെങ്കിൽ റോഡ് മുഖേന, അല്ലെങ്കിൽ എയർവേ മുഖേന. ഇനിയിപ്പോ ഷിപ്പ് ഉണ്ടാവും അല്ലെ, അതുകൊണ്ട് കേട്ടോ. In the case of transport undertaking, the basic problem in selection of cost unit. Problem എന്താണ്, കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുന്നിടത്താണ്. കോസ്റ്റ് യൂണിറ്റ് ഷുഡ് ബി കെയർഫുള്ളി സെലക്ട് ചെയ്യണം. വൈൽ സെലക്ടിങ് കോസ്റ്റ് യൂണിറ്റ് സെർട്ടൻ ഫാക്ടർ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ്, നമ്പർ ഓഫ് പാസഞ്ചർ വേണം, ടണ്ണ് എത്ര കൊണ്ടുവന്ന് കാണണം, ഡിസ്റ്റൻസ് എത്ര വേണം, കപ്പാസിറ്റി എത്ര വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. നമ്മളിപ്പോ ട്രാൻസ്പോർട്ട് എന്താന്ന് മനസ്സിലായില്ലേ, ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ സർവീസ് കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. എന്താ ചെയ്യുക, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് റണ്ണിങ് വെഹിക്കിൾ പെർ കിലോമീറ്റർ ഓർ പാസഞ്ചർ കിലോമീറ്റർ ഓർ 10 കിലോമീറ്റർ. വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് കണ്ടെത്തുകയാണ്, റൺ ചെയ്യുന്നതിനുള്ള. അതെങ്ങനെയായിരിക്കും, ഒരു കിലോമീറ്ററിന് എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ പാസഞ്ചർ കിലോമീറ്ററിന് എങ്ങനെ നോക്കാം, 10 കിലോമീറ്ററിന് എങ്ങനെ നോക്കാം. ഓക്കെ, ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് അവോയ്ഡ് വേസ്റ്റ് ഓഫ് ഓൾ കൈൻഡ്. ഇതാണ് ട്രാൻസ്പോർട്ട് എല്ലാ കോസ്റ്റിങ്ങിന്റെയും വലിയൊരു ഇമ്പോർട്ടന്റ്. എന്താണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, വേസ്റ്റേജ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കുക, ടു കമ്പയർ കോസ്റ്റ് വിത്ത് ദാറ്റ് ഓഫ് പ്രീവിയസ് പീരിയഡ് ആൻഡ് ഓർ അതർ ഓർഗനൈസേഷൻ. നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ കോസ്റ്റ് തന്നെ പ്രീവിയസ് പീരിയഡ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഇയർ നോക്കുക, അല്ലെങ്കിൽ കറന്റ് ഇയറിൽ തന്നെ രണ്ട് ഓർഗനൈസേഷനുകൾ തമ്മിലുള്ള കോസ്റ്റും കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഫെയർ ചാർജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ചാർജ്, ഫെയർ എത്രയാണ്, അല്ലെങ്കിൽ എന്താണ് ഫെയർ എത്രയാണ്, അല്ലെങ്കിൽ ഫ്രൈറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എത്ര ബസ് ഫെയർ എന്ന് ചോദിക്കാറില്ലേ, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇന്ന സാധനം കൊണ്ടുപോകാൻ എത്ര ഫ്രൈറ്റ് ചാർജ് എന്ന് ചോദിക്കാറില്ലേ, അതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് സർവീസ് റെൻഡേഡ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്. മറ്റു ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ വെഹിക്കിളിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താൻ പറ്റും. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്. ഒന്നാമത്തെ എന്താണ്, കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഓഫ് റണ്ണിങ് വെഹിക്കിൾ റൺ ചെയ്യുന്നതിനുള്ള പെർ കിലോമീറ്റർ അല്ലെങ്കിൽ പെർ പാസഞ്ചർ കിലോമീറ്റർ അല്ലെങ്കിൽ പെർ ടണ്ണൊക്കെ നോക്കുക. വേസ്റ്റും ഒഴിവാക്കുക, കൺട്രോൾ എങ്ങനെ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഡാറ്റ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഫെയർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ഫ്രൈറ്റിന്റെ റേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ്, വെഹിക്കിളിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതും കൂടെ ഉണ്ട്, പ്രൊസീജിയർ ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിന്റെ പ്രൊസീജിയർ സാധാ പോലെ തന്നെ, കോസ്റ്റിനെ കളക്ട് ചെയ്യുക, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക, കമ്പൈൽ ചെയ്യുക, അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുക, സർവീസ് കോസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ. എന്താ ഉള്ളത്, കളക്ഷൻ ഓഫ് കോസ്റ്റിനെ കളക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ നടത്തുക. ക്ലാസിഫിക്കേഷൻ നടത്തിയതിനു ശേഷം കമ്പൈൽ ചെയ്യുക അങ്ങോട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഇതാക്കുക. പിന്നെന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റുകളെ സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് മെത്തേഡ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെയിലി ലോഗ് ബുക്ക്, അങ്ങനെയൊക്കെയുള്ള ഡെയിലി ലോഗ് ഷീറ്റ്, ഇത്തരം സാധനങ്ങൾ, അല്ലെങ്കിൽ ട്രിപ്പിന്റെ ഡീറ്റെയിൽ, റണ്ണിങ് ടൈം, കപ്പാസിറ്റി, മൈലേജ്, ഇതൊക്കെ വെച്ചിട്ട് ഡാറ്റ എന്ത് ചെയ്യുക, കോസ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടുന്ന് ഇത്ര പോകാൻ എത്ര എണ്ണ അടിച്ചു, ഇതൊക്കെ കളക്ട് ചെയ്യുക. ഇനി ക്ലാസിഫിക്കേഷൻ നടത്തുക. കോസ്റ്റിന് എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തുക, ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ് ഏതൊക്കെയാന്ന് മനസ്സിലാക്കുക. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ ദീസ് എക്സ്പെൻസസ് എന്താണ്, ഓപ്പറേഷൻ വെഹിക്കിളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈസൻസിന്റെ ഫീ, ഇൻഷുറൻസ് പ്രീമിയം, റോഡ് ടാക്സ്,
റെന്റ്, ഗാരേജിന്റെ റെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സൂപ്പർവൈസർ സാലറി, ഇത് വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് സ്റ്റാൻഡിങ് ചാർജ്. റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി ഓഫ് ഡ്രൈവർ വരാം, അതുപോലെ തന്നെ കണ്ടക്ടർ ക്ലീനറുടെ സാലറി വരാം, ഓയിൽ, ഗ്രീസ്, ഇതൊക്കെ വണ്ടി ഓടിയാലല്ലേ വരുള്ളൂ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, അതാണ് റണ്ണിങ് ചാർജ്. ഈ മെയിൻ്റനൻസ് ചാർജസ് ഉണ്ടാവും, അതെന്താണ്? ടയർ, ട്യൂബ്, സ്പെയർ പാർട്സ്, ക്ലീനിങ്, ഇതൊക്കെ മെയിൻ്റനൻസ് ചാർജുകളാണ്. ഓക്കെ, ഇങ്ങനെ കോസ്റ്റിന് എന്ത് ചെയ്തു? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക? നല്ലപോലെ കാണുക. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിൽ എന്താ ഉണ്ടാവുക? പാസഞ്ചർ കിലോമീറ്റർ, പാസഞ്ചർ മൈല്, 10 കിലോമീറ്റർ അല്ലെങ്കിൽ 10 മൈൽ, ഇങ്ങനത്തെ ഒക്കെ കിലോമീറ്റർ കണക്കാണ്ടാവുക. അങ്ങനത്തെ കോസ്റ്റ് യൂണിറ്റ് നമുക്ക് ഏതാ അപ്രോപ്രിയേറ്റ്, അത് കണ്ടെത്തുക. ഇതാണ് അടുത്തത്. ഇനി അടുത്തും കൂടെ വായിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ലാസ്റ്റ് ഡി എന്താണ്? സർവീസ് കോസ്റ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് സർവീസ് കോസ്റ്റിംഗിന്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്തില്ല? ഇല്ല. അതിന്റെ മെത്തേഡൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ സാധനങ്ങളൊന്നും നമുക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നല്ല പോലെ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ കിലോമീറ്റർ ആൻഡ് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ. ടോട്ടൽ കിലോമീറ്ററും കാണണം, പാസഞ്ചർ കിലോമീറ്ററും കാണണം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ടോട്ടൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഞാൻ 5 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ടോട്ടൽ കിലോമീറ്റർ. ഇതിനൊരു 10 പാസഞ്ചർ ഉണ്ടെങ്കിൽ 10 പാസഞ്ചർ ഇൻറ്റു കിലോമീറ്റർ ആണ് പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. നമ്പർ ഓഫ് ബസ്സസ് ഉണ്ട്, 5 ബസ് ഉണ്ട് ഒരു മുതലാളിക്ക്. ഓക്കെ, ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ മന്ത്, 25 ദിവസം ഇതെന്ത് ചെയ്യും? ഇയാള് 25 ദിവസം 5 വണ്ടി എന്ത് ചെയ്യും? ഓടും എന്ന് മനസ്സിലാക്കുക. ഓരോ ബസ്സും 4 ട്രിപ്പ് എടുക്കുന്നുണ്ട്. ഓരോ ബസ് എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ട്? 4 ട്രിപ്പ്. അതായത് ഒരു ബസ് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്. അതില് ഒരു ട്രിപ്പ് പോവുക, ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ഓടുന്നതിനാണ്. ഇനി ഒരു റൂട്ടില് വൺ സൈഡ് 20 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഓടുന്നുണ്ട്. ബസ്സിന്റെ കപ്പാസിറ്റി പറഞ്ഞാൽ 50 പാസഞ്ചേഴ്സ് ആണ്. പക്ഷെ അതിന്റെ 40% എന്ത് ചെയ്യുള്ളൂ? നോർമലി ഉണ്ടാവുള്ളൂ. 50 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, 50 ഫുൾ ആവില്ല. അതിന്റെ 90% 45 ഫുൾ ആവുള്ളൂ. നോർമലി ഉള്ള അവസ്ഥയെ പറയുന്നു. അപ്പൊ ഇതിന് നമ്മളോട് എന്താണ്? കിലോമീറ്റർ എത്ര കവർ ചെയ്തെന്നാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര ബസ് ഉണ്ട്? 5 ബസ് ഉണ്ട്. എത്ര ദിവസം ഓടുന്നുണ്ട്? 25 ദിവസം ഓടുന്നുണ്ട്. ഓരോ ബസ്സും എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ട്? 4 ട്രിപ്പ് എടുക്കുന്നുണ്ട്. ഒരു ട്രിപ്പില് ഒരു സൈഡിലേക്ക് 20 കിലോമീറ്റർ ഉണ്ട്, അപ്പൊ 2 സൈഡ് ഉണ്ട്, അങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിലോമീറ്റർ കവർ ചെയ്ത് കിട്ടും. ഓക്കെ, 5 നമ്പർ ഓഫ് ബസ് 5 ഉണ്ട്. ഒരു ബസ്സിന്റെ അതെല്ലാം നമ്മൾ നോക്കണേ. എല്ലാ ബസ്സും ടോട്ടൽ കിലോമീറ്റർ എത്ര കവർ ചെയ്തു? 5 ബസ്സുകള് 25 ദിവസം ഓടി. ഓക്കെ, എന്നിട്ട് എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ട്? ഒരു ട്രിപ്പ് ഉള്ളൂ. ഒരു ട്രിപ്പ് ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ 4 ട്രിപ്പ് എടുക്കുന്നുണ്ട്. ഒരു ട്രിപ്പിനുള്ള കിലോമീറ്റർ എത്ര? 40 ആണ്. കാരണം വൺ സൈഡ് ഓടിയാ, ഇങ്ങോട്ട് ഓടിയാ വെറുതെ അങ്ങോട്ട് പോരുമോ? അപ്പൊ കിലോമീറ്റർ രണ്ടും കൂടെ കൂട്ടണം. അപ്പൊ എന്താണ്? 40 എടുത്ത് എങ്ങനെ? 20 × 2, ഇതാണ് 20,000 കിലോമീറ്റർ. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. ഇത് കാൽക്കുലേഷൻ ഓക്കെ ആണോ? ടോട്ടൽ കിലോമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ടോട്ടൽ കിലോമീറ്റർ കവർ ചെയ്ത് ഒന്നും കൂടെ. യെസ്, ഓക്കെ ആണ്. എന്നാലും ഒന്നും കൂടെ പറയാം. എത്ര ബസ്സുകൾ ഉണ്ട്? 5 ബസ് ഓടണം. എത്ര ദിവസം ഓടണം? 25. ഒരു ദിവസം ഓടുകയാണെങ്കിൽ അത്ര കിലോമീറ്റർ വരൂ. 25 ദിവസം ഓടുന്നുണ്ടെങ്കിൽ അത്രയും കിലോമീറ്റർ ഉണ്ട്. അത് ഒരു ബസ്സല്ല, 5 ബസ്സാണ്. അപ്പൊ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ട്? ഒരു ട്രിപ്പ് അല്ല, 4 തവണ ഓടുന്നുണ്ട്. അതൊക്കെ കിലോമീറ്റർ കൂടിയല്ലേ? ഇനി ഒരു സൈഡ് അല്ല, 2 സൈഡ് ഉണ്ട്. ഒരു സൈഡ് 20 ആണെങ്കിൽ 2 സൈഡൊക്കെ എത്ര വരും? 40 വരും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 20,000 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി പാസഞ്ചർ എത്ര ഉണ്ട്? 50 പാസഞ്ചർ ഉണ്ട്. പക്ഷേ 50 പാസഞ്ചർ ഉണ്ടെങ്കിലും സാധാരണ നമുക്ക് 50ന്റെ 90% 45 കിട്ടുള്ളൂ. അപ്പൊ പാസഞ്ചർ കിലോമീറ്റർ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കുക, പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? 20,000 എന്തുണ്ട്? 20,000 കിലോമീറ്റർ ഉണ്ട്. അതിൽ 45 പാസഞ്ചർ വരും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9 ലക്ഷം പാസഞ്ചർ കിലോമീറ്റർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് പകരം ഇവിടെ ചെയ്തത് നോക്കുക, ഇതേ കാൽക്കുലേഷൻ ചെയ്തു, എന്നിട്ട് 50 എടുത്തു, എന്നിട്ട് അതിന്റെ 90% കണ്ടു. ഇതാണ് പാസഞ്ചർ കിലോമീറ്റർ 9 ലക്ഷം. ഇത് വ്യത്യസ്ത രീതിയിൽ ചെയ്യാം.
ഒന്ന് ഞാൻ എന്ത് ചെയ്യാ, ഇപ്പൊ ചെയ്ത പോലെ 20,000 കിലോമീറ്റർ ഉണ്ട്. 20,000 കിലോമീറ്റർ ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വരും. അതിൽ കപ്പാസിറ്റി എത്ര ഫുൾ ആവലോട് 90%. അതാണ് ഈ കാൽക്കുലേഷൻ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? പാസഞ്ചർ കിലോമീറ്റർ ഓക്കെ, ഒന്നുകൂടെ പറയാൻ പറഞ്ഞിട്ട് ഇത് ഓക്കെ അല്ലേ? ഈ കിലോമീറ്ററിന്റെ ഈ 20,000 എന്നുള്ളത് ഓക്കെ അല്ലേ? അൻഷില ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാനുണ്ടായിരുന്നു, അത് ചോദിച്ചു. ഓക്കെ ആണ്. ഇനി രണ്ടാമത്തെ ഇതും കൂടെ നോക്കുക. ഇതിലൊന്നുമില്ല എത്ര പാസഞ്ചർ ഓടി, ടോട്ടൽ കിലോമീറ്റർ ഒരാളുടെ ഇതാണ് ഈ 20,000 എന്ന് പറഞ്ഞത്. എത്ര പാസഞ്ചർ ഓടാണ്ട് ശരിക്കും 50 ഉണ്ട്, പക്ഷെ അത് മുഴുവൻ കിട്ടാറുണ്ടോ? ഇല്ല, അതിന്റെ 90% കിട്ടാറുള്ളൂ. അപ്പൊ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 2 ലക്ഷമാണ്. ഈ എല്ലാ പാസഞ്ചറിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ പൈസ ചെലവാക്കിയിട്ടുണ്ടാവുക. ഉദാഹരണം, ഓടാൻ 20,000 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ 20,000 ഡിവൈഡ് ബൈ 2 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പാസഞ്ചറിന് എത്ര രൂപ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് 4 ലക്ഷമാണെന്ന് കരുതുക. 4 ലക്ഷമാണ് ഇത്രയും പാസഞ്ചറിനെ കൊണ്ടുപോകാൻ ചെലവ് എന്നുണ്ടെങ്കിൽ 4 ലക്ഷം ഡിവൈഡ് ബൈ 2 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 അല്ല 9 ലക്ഷം. ഇത് 9 ആണ് കേട്ടോ. 9 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഫിഗർ, അതാണ് പാസഞ്ചർ കിലോമീറ്ററിന്റെ, ഒരു പാസഞ്ചറിന് 1 കിലോമീറ്റർ പോകാനുള്ള ചാർജ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇതൊന്ന് കമന്റ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ കാൽക്കുലേഷൻ. ഇത് നമുക്ക് ആദ്യം വേണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് 10 കിലോമീറ്ററും സാധാ 10 കിലോമീറ്ററും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓക്കെ ആണോ എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ ആണ്. ഇനി ഇതിൽ നോക്കുക, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ ഏതാണ് ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ് എന്തൊക്കെ വരുന്നുണ്ട് നോക്കുക. അതൊന്ന് 2 തവണ വായിക്കുക, അത്രേ ഉള്ളൂ. സ്റ്റാൻഡിങ് ചാർജ് ആദ്യം കൊടുക്കണം, പിന്നെ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കണം, അതുപോലെ തന്നെ മെഷീൻ ഓപ്പറേറ്റിംഗ് ചാർജ് ആയിട്ടുള്ള ഇത് മൂന്നുമാണ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ ചെയ്യുക. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി. സ്റ്റാൻഡിങ് ചാർജ്, റോഡ് ടാക്സ്, ലൈസൻസ് ഫീ, ഇൻഷുറൻസ്, ഗാരേജ് റെന്റ്, ക്യാപിറ്റൽ, ഡിപ്രീസിയേഷൻ, സൂപ്പർവിഷൻ, വേജസ് ഫോർ ഡ്രൈവേഴ്സ്. അതെങ്ങനെയാണെങ്കിൽ ഒരു മന്ത് ഫുള്ള് പണിയെടുത്താലും ഇല്ലെങ്കിലും വേജസ് കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡിങ് ചാർജ് ആണ്. ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഫോർമാൻ സാലറി, അക്കൗണ്ടന്റിന്, മാനേജറുടെയും സാലറി, പിന്നെ ഓവർ ഹെഡ്, ഇതെല്ലാം കൂടെയാണ് സ്റ്റാൻഡിങ് ചാർജസ് അല്ലെങ്കിൽ ഫിക്സഡ് ചാർജസ്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് എന്താണ്? റിപ്പയർ, റിന്യൂവല്, ട്രെയർ, പെയിന്റിങ്, ജനറൽ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഓവർഹോള്, അതുപോലെ തന്നെ ക്ലീനിങ്, സാലറി ഓഫ് ഗാരേജ് സ്റ്റാഫ്, അതുപോലെ തന്നെ സൂപ്പർവിഷൻ, മെയിൻ്റനൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് വരിക സ്റ്റാൻഡിങ് ചാർജ് ആയിട്ട് എന്ത് ചെയ്യുക വരിക. അപ്പൊ നോക്കുക, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ്റനൻസ് ചാർജിൽ വരണം. മെയിൻ്റനൻസ് ചാർജിൽ എന്ത് ചെയ്യണം, വരണം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി മെഷീൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാർജാണ് എന്ത് ചെയ്യുക പറയാൻ പറ്റുക. ഇനി എന്താ ഉള്ളത്? മെയിൻ്റനൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞ. ഇനി ഓപ്പറേറ്റിംഗ് ആണ്. ഓപ്പറേഷൻ നടക്കണമെങ്കിൽ പെട്രോൾ വേണം, ഓയിൽ വേണം, ഗ്രീസ് വേണം. റണ്ണിങ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്കുള്ള സാലറി, കമ്മീഷൻ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം, ക്ലീനറിന്റെ വേജസ്, ഡ്രൈവറിന്റെ വേജസ്, ഇത് രണ്ടിടത്തും വന്നിട്ടുണ്ടാവും. മനസ്സിലാക്കുക, അവര് ട്രിപ്പ് എടുക്കുന്നതിനെ കൊടുക്കുന്നുള്ളെങ്കിൽ അത് റണ്ണിങ് ചാർജ് ആക്കി. നേരെ മറിച്ച് ട്രിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കണമെങ്കിൽ അത് ഫിക്സഡ് ആയി മാറി. ഇനി ഹാൻഡ്ലിംഗ് ചാർജ്, വാട്ടർ, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ്. വണ്ടിക്ക് എന്താ വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി ചിലപ്പോൾ ഓടണമെങ്കിൽ വെള്ളമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിലേക്ക് പാരേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്രോൾ പോലെ തന്നെ, അത്ര പാരണമെന്നല്ല, അതിൻ്റെതായ രീതിയിൽ പാരേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ചാർജസ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്കില്ല. ഇനി അടുത്തൊരു കാൽക്കുലേഷനും കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് അബ്സല്യൂട്ട് 10 കിലോമീറ്ററിലേക്ക് പോവാം. നമ്മൾ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡിപ്രീസിയേഷൻ മെഷീൻ അവറിൽ എന്ത് ചെയ്തിരുന്നു, ഡിപ്രീസിയേഷൻ പെർ ഹവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതേപോലെ പെർ കിലോമീറ്ററിന് അങ്ങനെ ചാർജ് ചെയ്യുന്നില്ല. ആദ്യം സാധാ ഇക്വേഷൻ കൊടുക്കുക. കോസ്റ്റ് എത്ര? ഒരു വണ്ടി വാങ്ങാൻ 20 ലക്ഷം രൂപ ചെലവുണ്ട്. ഈ വണ്ടി ലാസ്റ്റ് സ്ക്രാപ്പിൽ വിൽക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ എന്ത് ചെയ്യും കിട്ടും. ഈ വണ്ടി മാക്സിമം ഓടാൻ പറ്റുക എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 9 വർഷമാണെന്ന് കരുതുക. അപ്പോഴാണെങ്കിൽ അതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 20 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറച്ചിട്ടുള്ള 18 ലക്ഷം എടുക്കുക. ഈ 18 ലക്ഷത്തിൽ നിന്ന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഇനി നോക്കുക, ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എടുത്തതിന് ശേഷം ആ വർഷം ഓടിയിട്ടുള്ള കിലോമീറ്ററോ മൈൽസോ എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ കിട്ടും.
ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പിന്നീട് മനസ്സിലാക്കാം. ഈ ഡിപ്രീസിയേഷൻ മതി, ഇത് ടോട്ടൽ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. ഈ ഡിപ്രീസിയേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താ ഇപ്പൊ പറഞ്ഞത്, ടോട്ടൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഒരു വർഷം എത്ര കിലോമീറ്റർ ഓടിയോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡിപ്രീസിയേഷൻ പെർ മൈൽ എത്ര, ഒരു മൈൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഓടാൻ എത്ര ഡിപ്രീസിയേഷൻ വരും എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താണ്, നമ്മുടെ സർവീസ് കോസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്, ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതിൽ ഏതിലൊക്കെ വരിക എന്ന് മനസ്സിലാക്കണം. വെഹിക്കിളിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 15,000 രൂപയാണ്. റോഡ് ലൈസൻസ് ഏതിലാ വരിക, സ്റ്റാൻഡിങ് ചാർജിലാ വരിക. ഇൻഷുറൻസ് ഉണ്ട്, ഗാരേജിന്റെ റെന്റ് ഉണ്ട്, ഡ്രൈവർ വേജസ് പെർ മന്ത് ആണ്, ശ്രദ്ധിക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ ഉണ്ട്, മൈൽസ് പെർ ലിറ്റർ, ഒരു ലിറ്ററിൽ എത്ര കിട്ടും എന്നുള്ളതാണ്, മൈൽ എത്ര കിട്ടും എന്നുള്ളതാണ്. ഒരു ലിറ്ററിന് 80 പൈസ, ഒരു ലിറ്റർ അടിച്ചാൽ 8 മൈൽ പോകും. ഓക്കെ. പിന്നെ പ്രൊപ്പോർഷണൽ ചാർജസ് ഓഫ് ടയർ ഫോർ പെർ മൈൽ, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൈൽ പോവാൻ പെട്രോളിന്റെ ടയറിന്റെ ഒക്കെ ചാർജ് എത്രയാണ്, 20 പൈസ ചെലവാണ്. എസ്റ്റിമേറ്റഡ് ലൈഫ് പറഞ്ഞാൽ 1,50,000 മൈൽസ് ഉണ്ട്. ആനുവൽ മൈൽസ് എന്ന് പറയുന്നത് എത്ര, 6,000 ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം, വളരെ സിമ്പിൾ ആണ്, റിസ്ക് ഒന്നുമില്ല. ആദ്യം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എടുക്കുക. സ്റ്റാൻഡിങ് ചാർജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ വേണം. ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 15,000 ആണ് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, വെഹിക്കിളിന്റെ പ്രൈസ്. എത്ര വർഷം ഇത് കിട്ടും, എത്ര വർഷം ഇത് കിട്ടും, എത്ര വർഷം ഇയറിൽ തന്നിട്ടുണ്ടോ, ഇയറിൽ തന്നിട്ടില്ല. ഇയറിൽ തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, 1,50,000 ഇൻറ്റു 6,000 ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. 15,000 ആണ് രൂപ. 15,000 നമുക്ക് എന്തുണ്ട്, 15,000 നമുക്ക് എന്തുണ്ട്, രൂപ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 15,000 വണ്ടി 1,50,000 എന്ത് കിട്ടും, മൈല് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 6,000 മൈലാണ്. അപ്പൊ ഈ 6,000 മൈൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വർഷത്തേക്ക് കിട്ടും 600 രൂപ. ഇനി അതേസമയം ഒരു മൈലിന് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഇത് എടുത്താൽ മതി. അത്രയാണ് 0.10 പൈസ. ഈ ഡിപ്രീസിയേഷൻ ഒരു മൈലിനുള്ള ഡിപ്രീസിയേഷൻ അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തത് ക്ലിയർ ആണോ? ടോട്ടൽ 15,000 ആണ് വെഹിക്കിളിന്റെ വില. അതുകൊണ്ട് എത്ര ഓടാൻ പറ്റും, 1,50,000 ഓടാൻ പറ്റും. അപ്പൊ ഒരു മൈൽ ഓടാൻ എത്രയാണ് ഡിപ്രീസിയേഷൻ വരുന്നത് എന്നുള്ളതാണ് ഈ കാണുന്നത്. അത് 0.50 ഉണ്ട്. ഇനി ഒരു ആനുവലി എത്ര ഡിപ്രീസിയേഷൻ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനുവലി എത്ര ഓടും, 6,000 കിലോമീറ്റർ ഓടും. അപ്പൊ 0.10 ഇൻറ്റു 6,000 ചെയ്താൽ 600 വരും. ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റാൻഡിങ് ചാർജസിലേക്ക് പോകാം. യെസ്, ഒന്ന് ശ്രദ്ധിക്കുക. വെഹിക്കിളിന്റെ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു സാധനത്തിന്റെ കോസ്റ്റ് ആണ്. കോസ്റ്റ് എത്രയാണ്, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നു 15,000 ആണ്. ഇനി ലാസ്റ്റ് ഇത് വിൽക്കുമ്പോൾ എത്ര കിട്ടും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ചിലപ്പം പൊളിച്ചു വിൽക്കേണ്ടി വരും, ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഈ 15,000-ന് എത്ര വർഷം ഇത് കൊണ്ടെടുക്കാൻ പറ്റും നോക്കി. എത്ര വർഷം ഇതിലില്ല, ഇതിനുള്ളത് 1,50,000 കിലോമീറ്റർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കിലോമീറ്റർ അല്ല, മൈല്. അപ്പൊ ഒരു മൈലിന് എത്ര ഡിപ്രീസിയേഷൻ വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, 15,000 ആണ് ചാർജ്. ഇത് മുഴുവൻ ഈ കിലോമീറ്ററിൽ ചാർജ് ചെയ്യണം. അതാണ് 1,50,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു മൈല് പോവാൻ 10 പൈസ വേണം. ഇനി ഒരു വർഷത്തേക്ക് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം പോകുന്നത് 6,000 കിലോമീറ്ററാണ്. അപ്പൊ 10 ഇൻറ്റു 0.10 എന്ന് പറഞ്ഞാൽ 10 പൈസയാണ്. 10 പൈസ ഇൻറ്റു 6,000 ചെയ്ത് 600 കിട്ടും. ആ 600 ആണ് ഈ കാൽക്കുലേഷനിൽ വന്നിട്ടുള്ളത്. ഓക്കെ ആണോ അല്ലേ, ഒന്നും കൂടെ കമന്റ് ചെയ്യാം. റെഡിയാണ്? യെസ്. ഖദീജ ചോദിച്ചിരുന്നു ഓക്കെ ആണോ? ഓക്കെ, കാണുന്നില്ല. അടുത്ത സ്റ്റാൻഡിങ് ചാർജസ് നോക്കുക. അടുത്ത സ്റ്റാൻഡിങ് ചാർജസ് ഞാൻ ഇവിടെ പറഞ്ഞതാണ്. റോഡിന്റെ ഇൻഷുറൻസ് ഒരു ഇയറിന് 500 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇയറിൽ 500. ഓക്കെ, അപ്പൊ പെർ മൈൽ എത്ര വരും, 600 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇൻഷുറൻസിൻ്റെത് 100 ആണ് ഒരു ഇയറിന്. ഒരു ഇയർ നമ്മൾ എത്ര ഇത് പോകും, 600 അല്ല 6,000 ആണ്. 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു മൈലിന് കിട്ടും. ഗാരേജും ഇതേപോലെ ഉണ്ട്, അത് ഓരോന്നും നമുക്ക് എടുക്കാം. റോഡിന്റെ ലൈസൻസ് പറഞ്ഞു 500 ആണ്. അപ്പൊ 500 ആണ് ആനുവൽ ചാർജ്, 500 ഇടുക.
അതേസമയം എത്ര കിലോമീറ്റർ ഒരു മൈൽ, ഒരു വർഷം എത്ര മൈൽ പോകും? 600 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ 0.8 കിട്ടും. 100 എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എത്ര കിട്ടും? 100 ഒരു ഇയറിന്. 100 / 600 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.02 എന്ന് കിട്ടും. ഗാരേജ് റെന്റ് 600, അപ്പം 600 ഒരു വർഷത്തേക്ക്. ഒരു മൈലിന് 10 പൈസ വരും. ഡ്രൈവറിന്റെ സാലറി പെർ ഇയർ നോക്കുക. പെർ ഇയർ എത്രയാണ്? 2400. 600 അല്ല, ഇത് 6000 ശ്രദ്ധിക്കണേ, 6000 എന്നറിയാതെ പറയുന്നു. അപ്പൊ 2400 6000 പെർ മൈൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40 പൈസ എന്ന് കിട്ടും. ഇത് ഇയർലി ചാർജ് തന്നു, ഇത് ഒരു മൈലിനുള്ള ചാർജ് തന്നു. ടോട്ടൽ 4200 വരും. അത് 6000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.70 പൈസ എന്ന് കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 10 പൈസ, 18 പൈസ, 20 പൈസ, 20 പൈസയും 50 പൈസയും കൂട്ടുമ്പോൾ 70 പൈസ കിട്ടും. ഇനി വേരിയബിൾ എക്സ്പെൻസ് ആണ്. ഒരു മൈല് പെട്രോളിന് എത്ര ഏതാണ് നോക്കുക. പെട്രോളിന് ഇനി വേരിയബിൾ എക്സ്പെൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് വേരിയബിൾ കൊടുത്തിട്ടുള്ളൂ. എന്ത് കൊടുത്തിട്ടില്ല? മെയിൻ്റനൻസ് മറ്റുള്ള അങ്ങനെ ചെയ്തിട്ടില്ല. വേരിയബിൾ എന്നുള്ള രീതിയിൽ ഒറ്റൊന്ന് ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെ ഫിക്സ്ഡ് ആണ്, ഇത് വേരി ചെയ്യുന്നതാണ് ആ രീതിയിലാണ്. അപ്പൊ പെട്രോൾ ഉണ്ട്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്, പിന്നെ ഒരു മൈല് ഓടാനുള്ള റണ്ണിങ് ചാർജ് മൊത്തത്തിലും തന്നിട്ടുണ്ട്. അപ്പൊ പെട്രോളിന് നോക്കുക. പെട്രോളിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് പെട്രോളിന് 8 രൂപയാണ്. എന്നാണാവോ ഇത്? 8 രൂപയാണ്. സോറി, പെട്രോളിന് 80 പൈസയാണ്. ഒരു ലിറ്ററിന് 80 പൈസയാണ്. ഒരു ലിറ്റർ ഓടിയ എത്ര മൈല് പോകും? 8 മൈല് പോകും. അപ്പൊ ഒരു മൈലിന് എത്ര വരും? ആ രീതിയിൽ വരും. 80 പൈസയാണ് ഒരു ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ. ആ ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ പോകും. അപ്പൊ 8 കിലോമീറ്റർ എന്നല്ല, ഇവിടെ മൈല് എന്നാണ്. അപ്പൊ 8 മൈല് പോകും. അപ്പൊ ഒരു മൈലിന് എത്ര പൈസ പോവാ? 0.10 പോവും. ഇതാ കാണുന്നില്ലേ? 0.10. ഓക്കെ. ഇനി റിപ്പയറിന്റെ കാര്യമാണ് പറഞ്ഞത്. റിപ്പയറുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? അതാ പ്രൊപ്പോർഷണൽ ഇവിടെ തന്നിട്ടുണ്ട്, 20 പൈസ. ഇനി അതെന്താണ്? ഒരു മൈലിനുള്ള ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. വേറെ ഒരുപാട് കാൽക്കുലേഷൻ ഒന്നുമില്ല. അങ്ങനെ ടോട്ടൽ ഇവിടെ 70 പൈസ ഫിക്സ്ഡും ഉണ്ട്, വേരിയബിൾ എത്ര ഉണ്ട്? 30 പൈസയുണ്ട്. ടോട്ടൽ ഒരു മൈല് ഓടാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർജ് വരുന്നത് 1 രൂപയാണ്. ഓക്കെ ആണോ അല്ലേന്നൊന്ന് കമന്റ് ചെയ്യാം. ഈ മൈലും കിലോമീറ്ററും ഒന്നല്ല? അല്ലല്ല, മൈലും കിലോമീറ്ററും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് എക്സാക്ട് ഒന്ന് നോക്കട്ടെ. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.600 കിലോമീറ്റർ ആണ്. ഓക്കെ, 1.5 കിലോമീറ്ററിന്റെ മേലെ പോകും. ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ഒക്കെ അവിടെ വരുന്നത് ഒരു മൈലിന് ഉള്ള ഡിപ്രീസിയേഷൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ 15,000 ആണ് കോസ്റ്റ് വണ്ടിയുടെ. 1,50,000 മൈല് പോകും. അപ്പൊ ഒരു മൈലിന് 10 പൈസ. ഒരു വർഷം 6000 കിലോമീറ്റർ അല്ലേ പോകുന്നത്. അപ്പൊ 6000 × 10 ചെയ്താൽ 600 കിട്ടും. × 10 പറഞ്ഞാൽ 0.10 കേട്ടോ. ഓക്കെ, ഇതും കൂടെ ഇതാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഏരിയ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ. കോമ്പൗണ്ട് യൂണിറ്റ് ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റ്, ഇങ്ങനെ 2 ഉണ്ടല്ലോ. ഈ കോമ്പൗണ്ട് യൂണിറ്റ് നമുക്ക് കാണാനുള്ള 2 ഉള്ളത്. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിൽ 2 ഉണ്ട്. അബ്സല്യൂട്ട് മെത്തേഡും ഉണ്ട്, കൊമേഴ്ഷ്യൽ മെത്തേഡും ഉണ്ട്. എന്താണ് അബ്സല്യൂട്ട് മെത്തേഡ് എന്ന് നോക്കാം. ഇൻ ദിസ് മെത്തേഡ്, അബ്സല്യൂട്ട് മെത്തേഡിൽ ഈച്ച് ട്രിപ്പ് ഓർ പാർട്ട് ഓഫ് ജേർണി ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ ട്രിപ്പും അല്ലെങ്കിൽ പാർട്ട് ഓഫ് ജേർണി ഉണ്ടെങ്കിൽ അതെന്താണ്? ട്രിപ്പാണ്. അത് ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കാണും. കോസ്റ്റ് യൂണിറ്റ് ഈസ് അസർട്ടൈൻഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ട്രിപ്പ്. ഓരോ ട്രിപ്പിനും സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആ കാണുക, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ജേർണി അതിന്. ദിസ് കോസ്റ്റ് ആർ ടോട്ടൽഡ്. ഇതിങ്ങനെ ടോട്ടൽ ചെയ്യുന്നുള്ളതാണ്. ഇതവിടെ നിൽക്കുക. ഇനി നമ്മൾ കൊമേഴ്ഷ്യലും കൂടെ പറഞ്ഞിട്ട് മനസ്സിലാവുണ്ടോ നോക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്തിട്ട് ഒന്നും കൂടെ വായിക്കാം. ഇതെന്താന്ന് നോക്കുക. ദിസ് മെത്തേഡ് ഓൾ ദ ട്രിപ്സ് ഓർ പാർട്ട് ഓഫ് ട്രിപ്പ് എന്ത് ചെയ്യാണ്? കൺസിഡർഡ് ആസ് എ ഹോൾ, ടോട്ടൽ ആയിട്ടാ കാണുക. മറ്റോടത്ത് എന്താ പറഞ്ഞത്? ഈച്ച് ട്രിപ്പിന് സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാ കാണുക. എന്നാൽ ഇത് മൊത്തത്തിനെയാണ് സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കാണുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി നോക്കാം എന്താ ചെയ്യണത് എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ട്രാൻസ്പോർട്ട് കമ്പനി, ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ക്യാരീസ് ലോഡ് ഫ്രം പാലക്കാട് ടു കോഴിക്കോട്. ഒരു വണ്ടി എങ്ങനെ പോകുന്നത്? പാലക്കാട് നിന്ന് വ്യത്യസ്ത റൂട്ടിൽ പോകാൻ പറ്റും. ഈ വണ്ടി ആദ്യം പോകുന്നത് പാലക്കാട് നിന്ന് എങ്ങോട്ടാണ്?
കോഴിക്കോടേക്കാണ് പോകുന്നത്. ഏത് റൂട്ടില്? കുന്നംകുളം റൂട്ട് വഴിയാണ് പോകുന്നത്. കുന്നംകുളം റൂട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന് വരുന്ന ആൻഡ് റിട്ടേൺ ടു പാലക്കാട്. പിന്നെ കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പാലക്കാടേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇത് ഏത് റൂട്ടിലേക്ക് പോകുന്നത്? അത് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ട് ഒരേ റൂട്ടിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. പാലക്കാട് ടു കോഴിക്കോട് പോകുന്നുണ്ട്. അത് കുന്നംകുളം വഴിയാണ്. ആൻഡ് റിട്ടേൺ ടു പാലക്കാട്. പിന്നെ ഡയറക്റ്റ് പാലക്കാട് റിട്ടേൺ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ടു പാലക്കാട് ടു കുന്നംകുളം, പാലക്കാട് ടു കുന്നംകുളം ഉള്ള ഡിസ്റ്റൻസ് 70 ശ്രദ്ധിക്കുക. അപ്പൊ പാലക്കാടുന്ന് ആദ്യം കുന്നംകുളം വഴി എവിടേക്ക് പോവാണ്? കോഴിക്കോട് പോവാണ്. അപ്പൊ പാലക്കാട് ടു കുന്നംകുളം എത്ര കിലോമീറ്റർ ഉണ്ട്? 70 കിലോമീറ്റർ ഉണ്ട്. ആദ്യം കുന്നംകുളം എത്തി. കുന്നംകുളം ടു കോഴിക്കോട് എത്ര കിലോമീറ്റർ ഉണ്ട്? 60 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ ഇതിന്റെ കിലോമീറ്റർ എത്രയായി? 130 അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. പിന്നെ പിന്നെ ആൻഡ് കോഴിക്കോട് ടു പാലക്കാട് ഇനി അത് റിട്ടേൺ പോരാണ്. കോഴിക്കോട് ടു പാലക്കാട് ഇത് കുന്നംകുളം വഴിയല്ല, മറ്റു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കിലോമീറ്റർ 110 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ടോട്ടൽ കിലോമീറ്റർ വേറെ ഒന്നും ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. ആദ്യം പാലക്കാട് നിന്ന് കുന്നംകുളം വഴി കോഴിക്കോട് പോയി. അതിന് കുന്നംകുളം വരെ 70 കിലോമീറ്ററും കുന്നംകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് 60 കിലോമീറ്ററും ടോട്ടൽ 130 കിലോമീറ്റർ. ഇവിടെ പിന്നെ റിട്ടേൺ നേരെ എന്ത് ചെയ്യാണ്? പാലക്കാട് നിന്ന് മറ്റു റൂട്ടിൽ പിടിച്ചിട്ട് 110 കിലോമീറ്റർ കൊണ്ട് എത്തിയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ദ ട്രക്ക് ക്യാരീസ് 4 ടൺ ലോഡ് ഫ്രം പാലക്കാട് ടു കുന്നംകുളം. പാലക്കാട് മുതൽ കുന്നംകുളം വരെ എത്ര ലോഡ് ഉണ്ട്? 7 ലോഡ് ഉണ്ട്. അപ്പൊ പാലക്കാട് ടു കുന്നംകുളം 70 കിലോമീറ്റർ ഉണ്ട്. എത്ര ലോഡ് ഉണ്ട്? 4 ലോഡ് ഉണ്ട്. അപ്പൊ 280 ടൺ കിലോമീറ്റർ ഉണ്ട്. 70 കിലോമീറ്ററും 4 ടണ്ണും. നമ്മൾ പാസഞ്ചറിന് എങ്ങനെ കൂട്ടിയിരുന്നേ? 10 കിലോമീറ്റർ ഉണ്ട്, 5 പാസഞ്ചർ ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? 50 പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറഞ്ഞു. അതേമാതിരി ഇവിടെ 280 ടൺ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റും. ഇനി അതേ സമയം നോക്കാം. അടുത്തത് ഇനി കുന്നംകുളം ടു കോഴിക്കോട് 2 കിലോമീറ്ററാ പോകുന്നത്. കുന്നംകുളം ടു കോഴിക്കോട് 60 അല്ലേ വരുന്നത്? അപ്പൊ 60 ഇൻറ്റു 2 ടണ്ണാ പോകുന്നത്. അപ്പൊ 10 കിലോമീറ്റർ എത്ര വരുന്നത്? 120 ആണ്. 10 കിലോമീറ്റർ 120. റിട്ടേൺ ടു കോഴിക്കോട് വിത്തൗട്ട് ലോഡാണ്, ലോഡൊന്നുമില്ല. അപ്പൊ എങ്ങനെ വരിക? 110 കിലോമീറ്റർ ഉണ്ട്, ലോഡ് ഇല്ല, 0. അപ്പൊ 10 കിലോമീറ്റർ എത്ര? 0 ആണ്. ടോട്ടൽ നമ്മുടെ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 400 ആണ്. ഈ കാര്യം ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. എന്നിട്ട് അബ്സല്യൂട്ട് 10 കിലോമീറ്ററിലേക്ക് പോവാം. 10 കിലോമീറ്റർ ഓരോന്നും സെപ്പറേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ആസ് എ ഹോളാ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ നോക്ക്, കുന്നംകുളം ടു പാലക്കാട് 70 കിലോമീറ്ററിന്റെ അതിലുള്ള ടണ്ണ് 40 ആണ്. 250 10 കിലോമീറ്റർ വന്നു. കുന്നംകുളം ടു കോഴിക്കോട് 60 കിലോമീറ്റർ ആണ്. 2 ടണ്ണാണ്ടായിരുന്നത്, 120 വന്നു. ഇങ്ങോട്ട് ടണ്ണൊന്നും ഇല്ലാതെ പോയതുകൊണ്ട് തന്നെ അത് കൂട്ടിയിട്ടില്ല. അപ്പൊ ടോട്ടൽ 10 കിലോമീറ്റർ എത്ര? 400 ഉണ്ട്. ഈ 400 ഇനി എത്ര രൂപ വന്നു അതിനനുസരിച്ച് ഒരു ടൺ 1 കിലോമീറ്റർ പോകാൻ ഇത്ര രൂപ എന്ന് പറയും. 10 ലക്ഷം രൂപ ചെലവായി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 400 10 കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 1 കിലോമീറ്റർ 1 ടണ്ണ് കൊണ്ടുപോകാന് എത്ര, സോറി, 1 ടണ്ണ് 1 കിലോമീറ്റർ കൊണ്ടുപോകാൻ എത്ര രൂപ എന്ന് നമുക്ക് കിട്ടും. ഇത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ ആണ്. ഇനി ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്നും സെപ്പറേറ്റ് എടുത്താണ്. എന്നാൽ കൊമേഴ്ഷ്യൽ 10 കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ആദ്യം ആവറേജ് ലോഡ് എടുക്കുക. ഒന്നാമത്തെ ട്രിപ്പ് പോയപ്പോൾ 4 ടൺ എടുത്തത്. രണ്ടാമത്തേൽ 2, മൂന്നാമത്തേൽ എന്താണ്? ഒന്നുമില്ല. അപ്പൊ 3 റൂട്ട് നമുക്കുണ്ട്. 3ലും കൂടെ കൂട്ടിയിട്ട് ആവറേജ് 10 എന്ന് പറയുന്നത് 2 ടണ്ണാണ്. ഇനി നമ്മൾ നോക്കുക നമ്മളെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? ഒരു സ്ഥലത്തേക്ക് 70, പിന്നെ 60, പിന്നെ 130. ടോട്ടൽ കിലോമീറ്റർ 240. അത് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടാവും. 240. ഈ 240 ഇൻറ്റു 2 ചെയ്ത് 480 10 കിലോമീറ്റർ ഇവിടെ എന്ത് ചെയ്യും? ഇവർ അപ്ലൈ ചെയ്യും. ഓക്കെ, 480 10 കിലോമീറ്റർ. ഇത് രണ്ടാണ് കൊമേഴ്ഷ്യൽ 10 കിലോമീറ്ററും പാസഞ്ചർ 10 കിലോമീറ്ററും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. ഒന്നാമത്തേൽ ഓരോന്നും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത്തേൽ ആദ്യം ആവറേജ് 10 കിലോമീറ്റർ കാണും. ഈ ആവറേജ് 10 കിലോമീറ്റർ കണ്ടതിന് ശേഷം ഓരോ കിലോമീറ്ററും ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് ആവറേജ് 10 കിലോമീറ്റർ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ 10 കിലോമീറ്റർ എടുക്കും. ഇവിടെ ഇനി 0 ആണ് കിലോമീറ്റർ പോകാണ്ടെങ്കിൽ പോലും ആ ഇതെന്ത് ചെയ്യും? ആവറേജിൽ പരിഗണിക്കും. ആ കിലോമീറ്റർ ഇവിടെയും പരിഗണിക്കും. ക്ലിയർ ആണോ? സെറ്റ് ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ?
എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. നമുക്ക് പ്രോസസ് കോസ്റ്റിംഗിൽ മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് തപ്പാം അപ്പോഴേക്ക്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനി പിന്നെ മറ്റൊരു സമയം ഞാൻ പറയാം നൈറ്റിൽ എപ്പോഴെങ്കിലും. ഒന്നുമില്ല, ബജറ്റിലൊക്കെ കുറച്ച് ഒരു മണിക്കൂർ മാക്സിമം, അതുപോലെ കോസ്റ്റ് അതൊക്കെ പറയാനുണ്ട്. ഒന്നെങ്കിൽ ഇന്നാക്കാം, ഇന്ന് തന്നെ തീർക്കാം, എന്നാ പിന്നെ അത് കഴിയുമല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു ടൈം പറയണ്ട്, നോമ്പും മറ്റൊക്കെ ഉള്ളതുകൊണ്ടുള്ള ചെറിയൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഏതായാലും ഞാൻ നോമ്പ് പറഞ്ഞതിന് ശേഷമുള്ള ഒരു ടൈമൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നമുക്ക് സർവീസ് കോസ്റ്റിംഗിൽ ചോദിച്ച ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ 2021 ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലൊന്നുമില്ല, 2 മാർക്കിലൊന്നുമില്ല. ഇവിടെ 2 മാർക്കിലുണ്ടോ നോക്കാം. ഇവിടെയും 2 മാർക്കിനൊന്നുമില്ല. ഇതൊക്കെ ചാപ്റ്റർ 1 വരുന്നതാണ്, ഇത് ഇവിടെ കൂട്ടേണ്ടതില്ല. ഇവിടെയും 2 മാർക്കിനില്ല. ഇവിടെയും 2 മാർക്കിനില്ല. ഇനി 5 മാർക്കിൽ പോവാം. 5 മാർക്കിന് ഇതിൽ 5 മാർക്കിനില്ല കേട്ടോ. ഇതിൽ 5 മാർക്ക് നോക്കാം. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ കണ്ടു. ഓക്കെ, ഇനി ഇതിൽ 5 മാർക്ക് ഉണ്ടോ? ഇതിൽ 5 മാർക്കില്ല. ഓക്കെ, ഇതിലും കൂടെ 5 മാർക്ക് നോക്കാം. ഇല്ല. ഇനി 10 മാർക്കിന്റെ എന്തെങ്കിലും ഉണ്ടോ? 10 മാർക്കിന്റെ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. ഇല്ല. അതാണ് ഈ ചാപ്റ്ററിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കുറവാണ്. അതാണ് ഞാൻ ലാസ്റ്റിലേക്ക് ഇത് എടുത്തിട്ടേനെ, വെറുതെ ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട്. നമുക്ക് നേരത്തെ ഇട്ടിരുന്ന ആ ക്വസ്റ്റ്യൻ ഒന്ന് നമ്മൾ വായിക്കാം കേട്ടോ. സ്ക്രീൻ ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഇന്ന് മതി എന്ന് പറഞ്ഞു? ഇന്ന് മതി. ഓക്കെ ഓക്കെ ഓക്കെ, ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാം. അതിനുള്ള ഉദ്ദേശം ഇന്ന് മതി എന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ, ഒരു അരമണിക്കൂർ. ഇന്ന് സെറ്റ് ആക്കാം കേട്ടോ. ട്രക്ക് സ്റ്റാർട്ട് വിത്ത് ലോഡ് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ട്രക്ക് സ്റ്റാർട്ട് വിത്ത് എ ലോഡ് ഓഫ് 10 ടൺ 10 ടൺ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, ഓഫ് ഗുഡ്സ് ഫ്രം സ്റ്റേഷൻ പി. പിന്ന് എന്ത് ചെയ്യാണ്, 10 ടണ്ണുമായി പോവാണ്, 10 ടൺ. ഓക്കെ, ഇറ്റ് അൺലോഡ്സ് 6 ടൺ അറ്റ് സ്റ്റേഷൻ ക്യൂ. ക്യൂവിലെത്തുമ്പോ എന്ത് ചെയ്യാണ്, 4 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് ക്യൂ വരെ. അപ്പൊ 10 കിലോമീറ്റർ പോയി എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്ത് ചെയ്യാണ്, അത് അങ്ങോട്ട് പോവാണ് ക്യൂ. ആൻഡ് ഇത് റെസ്റ്റ് ഓഫ് ദ ഗുഡ്സ് അറ്റ് സ്റ്റേഷൻ 6. സ്റ്റേഷൻ 6 ബാക്കിയും. അപ്പൊ സ്റ്റേഷൻ 6 പിന്നെ ബാക്കി എത്ര ഉണ്ടാവുക, 6 ടൺ ഉണ്ടാവും. 10 ടണ്ണായിട്ട് പോയി, ഇവിടെ 4 ഇറക്കി, മനസ്സിലാക്കുക. ഇനി ഇവിടുന്ന് 6 എന്ത് ചെയ്യാ, ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് വരികയാണ്. എന്താന്ന് വെബ്സൈറ്റ് ഒന്നും റെഡി ആവുന്നില്ലല്ലോ. 6 എന്ത് ചെയ്യാ, കാര്യം മനസ്സിലാവണ്ടല്ലോ എന്താണ്. സൗണ്ടിൽ എന്തെങ്കിലും ഇതുണ്ട് നോക്കണം, പറയണേ. 6 ഇനി എന്താ, ഇവിടെ
ഡയറക്റ്റ് നേരിട്ട് എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് പോവാണ്. ക്യൂന്ന് നേരെ പിയിലേക്ക് പോവാണ്. അതാ പറഞ്ഞത് റീച്ചസ് ബാക്ക് ഡയറക്ട്ലി ടു സ്റ്റേഷൻ പി ആഫ്റ്റർ ഗെറ്റിംഗ് ലോഡഡ് വിത്ത് 8 ടൺ. അപ്പൊ ഇവിടെ വരുമ്പോ എത്ര, 8 ടൺ ഇവിടുന്ന് എടുക്കുന്നുണ്ട്, 6 എടുത്ത് പോരുന്നുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ക്യൂന്റെ ഡിസ്റ്റൻസ് എത്ര ഉള്ളത്? അതുപോലെ തന്നെ ക്യു ആർ ആൻഡ് ആർ ടു പി ആർ ഇവിടെ 40 കിലോമീറ്റർ ആണ്. ഇവിടെ 40 കിലോമീറ്റർ ആണ്. ഇവിടെ എത്ര കിലോമീറ്റർ ആണ്? 60 കിലോമീറ്റർ ആണ്. ഇവിടെ എത്ര കിലോമീറ്റർ ആണ്? 80 കിലോമീറ്റർ ആണ്. അബ്സല്യൂട്ടും കാണാൻ പറഞ്ഞിട്ടുണ്ട്, കൊമേഴ്ഷ്യലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. അബ്സല്യൂട്ട് കിലോമീറ്റർ ഓരോന്നും എടുത്തോ. അബ്സല്യൂട്ട് കിലോമീറ്റർ എത്ര വരും എന്നുള്ളത് പറഞ്ഞേ. പി ടു ക്യൂവിന്റെ കിലോമീറ്റർ ആദ്യം പറ. പി ടു ക്യൂവിന്റെ 10 കിലോമീറ്റർ എല്ലാവരും പെട്ടെന്ന് പറ. പി ടു ക്യൂവിന്റെ 10 കിലോമീറ്റർ. പി ടു ക്യൂ അടുപ്പിച്ച് എഴുതിയിട്ടില്ലേ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തോട്. എത്ര? ഇതിനെങ്ങനെ എഴുതുന്നതിനുള്ള ബെനിഫിറ്റ് അതാടാ. കിട്ടിയില്ല നിങ്ങൾക്ക്? പി ടു ക്യൂവിന്റെ 10 കിലോമീറ്റർ അബ്സല്യൂട്ടാ പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പിയും ക്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 10 40 10 40 400. ഓക്കെ, ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തത് ക്യൂ ടു ആറിന്റെ 10 കിലോമീറ്റർ 400 ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, 400 ഇട്ടിട്ടുണ്ട്. ഇനി എത്ര? 360. ഓക്കെ ഓക്കെ. അടുത്തത് ക്യൂ ടു പി എത്ര? 640. 864 അല്ലേ? 864 അല്ലേ? അപ്പൊ ഇത് ടോട്ടൽ ചെയ്യുമ്പോ എത്ര കിലോമീറ്റർ വരും? എത്ര കിലോമീറ്റർ വരും? 1400 കിലോമീറ്റർ വരും. ഇതാണ് 1400 10 കിലോമീറ്റർ എന്ന് പറയുന്ന ഏതില്? അബ്സല്യൂട്ടില്. കാൽക്കുലേഷൻ ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പെട്ടെന്ന് പറ. അബ്സല്യൂട്ടില് കാൽക്കുലേഷൻ ഓക്കെ ആണോ എന്ന് പറ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ ആദ്യം നമുക്ക് ആവറേജ് 10 എടുക്കണം. ഇവിടെ എത്ര ടണ്ണാ? ഇവിടെ 10 10 പ്ലസ് രണ്ടാമത്തേൽ 6 ടണ്ണ്. അപ്പൊ 6 പ്ലസ് 8 ഇത് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും 8 വരിക. 16 8 24. 24 ഡിവൈഡ് ബൈ 3 പറയുമ്പോൾ 8 വരും. 10ന്റെ 6ന്റെ നടുവിലുള്ള സംഖ്യ 8 വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 8 വരിക. അപ്പൊ 8 കിട്ടി. ഇനി ഓരോന്നുള്ള കിലോമീറ്റർ കൂട്ട്. കിലോമീറ്ററുകൾ ഒന്ന് കൂട്ടിയേ. ആ ടോട്ടൽ കിലോമീറ്റർ ഒന്ന് കൂട്ടിയിട്ട് പറഞ്ഞ എല്ലാവരും. ടോട്ടൽ കിലോമീറ്റർ കൂട്ടിയിട്ട് പറയാം. കൊമേഴ്ഷ്യലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. കൊമേഴ്ഷ്യൽ കാണാൻ വേണ്ടിയിട്ട് 10 ആവറേജ് 10 കിട്ടി. ആവറേജ് 10 കിട്ടി. എത്ര? 8. ഇനി ടോട്ടൽ കിലോമീറ്റർ പറയാം. ഇവിടെ 40 180. 180 ഇൻറ്റു 8 ചെയ്തിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞേ. 1100 ആണോ? 1440 അല്ല? യെസ് യെസ്, 1440. അപ്പൊ എന്താണ്? കൊമേഴ്ഷ്യൽ 10 കിലോമീറ്റർ കിട്ടി, അബ്സല്യൂട്ട് 10 കിലോമീറ്ററും കിട്ടി. സെറ്റ് അല്ലേ? അത്രേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ മറ്റേ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ. മീൻസ് സർവീസ് ഇനി അഥവാ വരികയാണെങ്കിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വായിച്ചു വരിക. ഇതൊക്കെ ഫിക്സ്ഡ് ഏതാന്ന് ഓർക്കുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി വേരിയബിൾ എന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വേരി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഇപ്പൊ ഞാനിത് അവസാനിപ്പിക്കാം. നമുക്ക് മറ്റൊരു സമയം കൂടാം. ഓക്കെ, എപ്പോഴെങ്കിലും ആയിട്ട് ഇന്ന് തന്നെ തീർത്ത് തരാം കേട്ടോ. യെസ്.